ശ്രീരാമചന്ദ്രായ തേ നമ. ശ്രീരാമചന്ദ്രായ നമ. സീതാരാമഗുണാരാമ പുണ്യാരണ്യനിവാസിനോ വന്ദേ വിശുദ്ധവിജ്ഞാനവും കവീശ്വരകവീശ്വരവും. 94-ാമത്തെ സർഗം. ശ്രീരാമചന്ദ്രൻ സീതാദേവിക്ക് ചിത്രകൂടത്തിനെ കാണിച്ചു കൊടുക്കണം. വളരെ ആ ചിത്രകൂടത്തിനെ വർണ്ണിക്കുകയാണ് ആദികവി ഇതിലൂടെ ചെയ്യുന്നത്. കുറേ കാലമായി ചിത്രകൂടത്തിൽ ഉണ്ടാവുന്നു. ഭരതൻ ഇവിടെ അന്വേഷിച്ച് വരുന്നുള്ളൂ. ആ സമയത്ത് ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും കാര്യങ്ങൾ പറയണം. ദീർഘകാലോഷിതസ്തസ്മിൻ ഗിരൗ ഗിരിവരപ്രിയ. ഗിരിയെ, ചിത്രകൂടത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ രാമൻ, വൈദേഹ്യ പ്രിയ ആകാംക്ഷൻ, വൈദേഹിക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്വം ച ചിത്തം വിലോഭേൻ, സ്വന്തം ചിത്തത്തിനും ഒരു ആശ്വാസമാകട്ടെ എന്ന് കരുതി സീതാദേവിയും കൊണ്ട് അങ്ങനെ നടക്കുകയാണ്, കാട് കാണിക്കുകയാണ്. ഒരു പറയാണ്, അല്ലേ സീതയെ, ഇത് ഈ കാടിൻ്റെ ഭംഗി കാണുമ്പോൾ എനിക്ക് എന്നെ രാജ്യത്ത് നിന്ന് പുറത്താക്കിയെന്നും എനിക്ക് സുഹൃത്തുക്കളെ കാണാൻ പറ്റുന്നില്ല എന്ന ദുഃഖങ്ങളൊന്നും ബാധിക്കുന്നില്ല. ഹേ ജനകനന്ദിനി, ഈ പർവ്വതം ഉണ്ടല്ലോ, നാനാ പക്ഷിമൃഗ സമൂഹങ്ങൾ അങ്ങനെ ആശ്രയിച്ചിരിക്കുകയാണ്. നാനാ പക്ഷികളാണ് അവിടെ ഉള്ളത്. പലതരം പക്ഷികളെ അവിടെ കാണാം. അതുപോലെ തന്നെ പലതരം ധാതുക്കളും, കൊടിമുടികൾ, ഇങ്ങനെ പലതരം ധാതുക്കൾ, ഗൈരികം മുതലായുള്ള ധാതുക്കൾ നിറഞ്ഞതാണ് കൊടുമുടികൾ. ചില ധാതുക്കൾ കാരണം ചില കൊടുമുടികൾ ഇങ്ങനെ വെള്ളി മാതിരി തോന്നും. ചിലത് ചോരയുടെ ചുവപ്പ് നിറമാണ്. ചിലത് മാഞ്ചിഷ്ടം, ഒരു മഞ്ഞ നിറത്തിൽ, മഞ്ഞ ഊത നിറത്തിലാണ്. ചിലത് മാണിക്യകാന്തി പോലുന്നതാണ്. ചിലത് പുഷ്യരാഗ സദൃശമാണ്. അല്ലേ പ്രാണവല്ലഭേ, നാനാതരം മൃഗങ്ങൾ, പുള്ളിപ്പുലികൾ, കരടിത്തലവന്മാർ, ഇങ്ങനെയുള്ള പല മൃഗങ്ങളും, ധാരാളം അദുഷ്ടമൃഗങ്ങളും. ദുഷ്ടമൃഗങ്ങളല്ല അവിടെ, ധാരാളം പാവപ്പെട്ട മൃഗങ്ങളാണ് അവിടെ ഉള്ളത്. ഹേ സുന്ദരി, ഇതാ മഹാവൃക്ഷങ്ങൾ അങ്ങനെ പൂത്ത് നിൽക്കുന്നു, ചിലത് കാച്ചു നിൽക്കുന്നു. ധാരാളം വൃക്ഷങ്ങളറിയാം. മാവ്, ഞാവല്, വേങ്ങ, പാച്ചോറ്റി, മുരള്, പ്ലാവ്, ഞമ മുതലായിട്ടുള്ള ഇങ്ങനെ ധാരാളം വൃക്ഷങ്ങളങ്ങനെ പൂത്തും കാച്ചും നിൽക്കുകയാണ്. ശൈലപ്രസ്ഥങ്ങളിലേക്ക് നോക്കൂ, ചില പാറക്കെട്ടുകളുടെ ഇടയ്ക്ക് കാണാം. അവിടെ കാണില്ലേ കിന്നരമിഥുനങ്ങളെ നോക്കൂ. ആകാശത്ത് നിന്ന് വന്ന് ഇറങ്ങി വരുന്ന കിന്നരമിഥുനങ്ങൾ, കിന്നരന്മാർ, കാമുകന്മാർ രണ്ടുപേരും വന്ന് അവരവിടെ ആനന്ദിക്കുന്നു നോക്കും. കിന്നരന്മാർ അവരുടെ വാളുകളൊക്കെ, അതുപോലെ ചില വസ്ത്രമൊക്കെ മരത്തിൻ്റെ കൊമ്പിൽ തൂക്കിയിട്ടിരിക്കുന്നു. എന്നിട്ടാണ് അവർ തമ്മിൽ ഭാര്യമാരോടുകൂടി ഉലാത്തുന്നത്. വിദ്യാധര സ്ത്രീകൾ ചിലതിലെത്തിയിരിക്കുന്നു. വിദ്യാധര സ്ത്രീകൾ അങ്ങനെ അവരുടെ വിഹാരാങ്കണങ്ങളാണ്. കാടിൻ്റെ ചില ഒഴിഞ്ഞ ഭാഗത്ത് അവരങ്ങനെ നൃത്തം അഭ്യസിക്കുന്നു. അല്ലേ ഹേ ഗജഗാമിനി, ഈ ശൈലം കണ്ടോ, ഒരു മതയാനയെ പോലെ തന്നെ തോന്നിക്കുന്നു. മതയാനയ്ക്ക് ഇങ്ങനെ എല്ലായ്പ്പോഴും ഒലിച്ചുകൊണ്ടിരിക്കും മതം. ഇതുപോലെ ഈ ശൈലത്തിന്, ചിത്രകൂടത്തിന് ഒരു മതയാനയായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. ചിലതിൽ വെള്ളച്ചാട്ടം, ചിലതിൽ നീർച്ചോലകൾ, അങ്ങനെ എല്ലായ്പ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ ഒരു മതയാനയുടെ മാതിരിയാണ് പെട്ടെന്ന് ഈ ചിത്രകൂടത്തിനെ നോക്കുമ്പോൾ തോന്നുന്നത്. ഗുഹകളിൽ നിന്ന് അങ്ങനെ നല്ല ഇളം തെന്നൽ വീശുന്നു. ആ ഇളം തെന്നൽ സുഗന്ധമുണ്ട്. അതിങ്ങനെ പേറി വരുന്ന ആ തെന്നലേറ്റ് കഴിഞ്ഞാൽ ആർക്കാണ് രസം തോന്നാത്തത്, ആർക്കാണ് സുഖം തോന്നാത്തത്? എവിടെതാ നിങ്ങളുടെ രണ്ടുപേരുടെയും, സീതാദേവിയും ലക്ഷ്മണൻ്റെയും കൂടെ എത്ര വർഷം വേണമെങ്കിലും ഞാൻ ഇവിടെ ജീവിക്കാൻ തയ്യാറാണ്. ഹേ വൈദേഹി, വനവാസം കൊണ്ട് 2 നേട്ടമുണ്ടായി. ഒന്ന്, അച്ഛൻ്റെ സത്യം, അച്ഛൻ പറഞ്ഞ സത്യം അത് സത്യമാക്കി തീർക്കാനും പറ്റി. അതുപോലെ ഭരതന് പ്രിയവും നേടി ഞാൻ. നമുക്ക് ഇവിടെ ഇങ്ങനെ വനഭംഗി ആസ്വദിച്ച് കഴിയാം. ഇതന്നെയാണ് പണ്ട് രാജർഷിമാർ വാനപ്രസ്ഥത്തിന് ഉത്സാഹിച്ചു പോയിരുന്നതിൻ്റെ രഹസ്യം എന്ന് എനിക്ക് തോന്നുന്നു. നോക്കൂ, നാനാവർണ്ണങ്ങളായ പാറക്കെട്ടുകളുണ്ട്. അതുപോലെ തന്നെ ചിത്രകൂടത്തിലെ ഔഷധികളുണ്ടല്ലോ, അത് രാത്രി ആയിക്കഴിഞ്ഞാൽ അവരിങ്ങനെ പ്രകാശിക്കും തീജ്വാലകളോടുകൂടി. തീജ്വാലകൾ പ്രകാശിക്കുകയാണോ തോന്നും, പക്ഷേ ഈ ഔഷധികളുടെ പ്രകാശമാണത്. ഹേ ജാനകി,
ചിത്രകൂടത്തിൻ്റെ ചില ഭാഗങ്ങൾ ഒഴിഞ്ഞ സ്ഥലങ്ങളാണ്. ചിലയിടത്ത് ധാരാളം മലർവാടികളുമായി തോന്നുന്നു. ചിലയിടം പാറക്കെട്ടുകൾ മാത്രം. പിന്നെ ചിലയിടം കാണാം കാമിനികളും കാമുകന്മാരും സഞ്ചരിച്ച് അവർ വിശ്രമിക്കുന്ന സ്ഥലം. അപ്പോൾ വിരിച്ചിടാൻ വേണ്ടിയിട്ട് അവർ പുത്രഞ്ജീവകം, അതുപോലെ പുന്നാകം, ഭൂർജപത്രം മുതലായുള്ളതിൻ്റെ തൊലികളെടുത്ത് അത് വിരിച്ചിട്ട് അവിടെയാണ് ഇരിക്കുന്നത്. ആ വിരികളൊക്കെ അവിടെ കാണുന്നുണ്ട്. അതുപോലെ നോക്കൂ, അവിടെ അഴിച്ചിട്ട താമരമാലകൾ കാണുന്നുണ്ട്. പലതരം പഴങ്ങളും കുറച്ച് കഴിച്ചതും കഴിക്കാത്തതായ ഫലങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് അവർ വീണ്ടും സഞ്ചരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അല്ലേ സീതേ? ഇങ്ങനെ ഈ ചിത്രകൂടം ഉണ്ടല്ലോ, ധാരാളം വൃക്ഷങ്ങളാലും ഫലങ്ങളാലും ധാരാളം വെള്ളത്താലും ഇത് വൈശ്രവണൻ്റെ പുരിയായ അളകയെ പോലും തോൽപ്പിച്ചിരിക്കുന്നു. ഹേ പ്രാണവല്ലഭേ, നീയും ലക്ഷ്മണനുമൊത്ത് ഇവിടെ ആസ്വദിച്ച് കഴിഞ്ഞുകൂടാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞുകൂടിയാൽ നമ്മുടെ കുലധർമ്മം പരിപാലിക്കുകയും ചെയ്യുകയും അതുപോലെ തന്നെ ഇവിടെ രസമായിട്ട് വനഭംഗി ആസ്വദിക്കുകയും ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇമം തു കാലം വനിതേ വിജിഹ്യവാൻ ത്വയാച സീതേ സഹ ലക്ഷ്മണേന രതിം പ്രപത്സ്യേ കുലധർമ്മവർദ്ധിനിം. കുലധർമ്മവർദ്ധിനിയായിരിക്കുന്ന രതിയെ, സന്തോഷത്തെ നമുക്ക് പ്രാപിക്കാൻ പറ്റും. സതാം പഥി സ്വേർനിയമൈ പരേ സ്ഥിതാം. തജ്ജനങ്ങൾ കാണിച്ച നിയമങ്ങളോടുകൂടി ഇവിടെ വനഭംഗി ആസ്വദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ധന്യമായി തീരും എന്ന ശ്രീരാമൻ്റെ സ്വാത്മഗതവും സീതയോടുള്ള വചനവുമാണ് ഈ സർഗത്തിൽ പ്രതിപാദിച്ച് കാണിക്കുന്നത്. വീണ്ടും ശ്രീരാമൻ ഉള്ള നദിയൊക്കെ വർണ്ണിക്കുന്നു, മന്ദാകിനി നദിയൊക്കെ വർണ്ണിക്കുന്നതാണ് അടുത്ത അധ്യായം. പ്രസന്നതായ അനഗതാഭിഷേകതസ്തഥാ നമംളേവനവാസകൃച്ഛ്രുത മുഖാംബുജ ശ്രീ രഘുനന്ദനസ്യ മേ തഥാസ്തു സാ മഞ്ജുളമംഗളപ്രദ. ശ്രീരാമചന്ദ്രപാദാർപ്പണമസ്തു.